ഇനി മഴവില്ലിൻ്റെ കളറുള്ള ഗൗരാമീനാണ് കേട്ടോ. റെക്കോർഡിംഗ് ആണല്ലോ അല്ലേ? ഞാൻ ഏറ്റവും ഭംഗിയുള്ള എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ളതിനായിട്ട് അവസാനം എടുക്കുന്നുള്ളൂ കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സെബിൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മൾ എവിടെ പോകുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുളത്തിൽ ഒത്തിരി മീനുകളുണ്ടല്ലേ, പക്ഷേ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു മീനിനെ മേടിക്കാൻ വേണ്ടി പോവാം. കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന സാധനമാണ്. നമ്മുടെ അടുത്ത് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് മേടിക്കാൻ പറഞ്ഞൊരു മീനാണ്. നന്നായിട്ട് ഇണങ്ങുന്ന മീനാണ്. പക്ഷേ ഒരു അബദ്ധം പറ്റാന്ന് വെച്ചാൽ നമുക്കൊരു വലിയ സൈസ് വേണം. നമുക്കൊരു കുഞ്ഞിനെ മേടിക്കാൻ വേണ്ടി താല്പര്യമാണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അതിൻ്റെ 3 എണ്ണം വലിയ സൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ മേടിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. അതിന് മുമ്പ് പിള്ളേർക്ക് എന്തോ വേണമെന്ന് പറയാം. എന്നാടി വേണ്ട, അവർക്ക് ഐസ്ക്രീം വേണം. ഐസ്ക്രീം മേടിച്ചാൽ മീൻ മേടിക്കാൻ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് മെയിലിംഗ് ആണ് കേട്ടോ. മാസ്ക് മസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ നേരെ കടയിലേക്ക് പോവാണ്. കടയിൽ ചെന്ന് കഴിയുമ്പോഴേക്കും നിങ്ങളെ കാണിച്ചു തരാം സംഭവത്തിനെ. നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഐസ്ക്രീം കാണുമായിരിക്കും. നിങ്ങൾ ഐസ്ക്രീം മേടിച്ചാൽ ഞങ്ങൾ വണ്ടി ഫ്രണ്ടിലേക്ക് കയറ്റിയിടാം കേട്ടോ. പിള്ളേർ പോയിട്ടുണ്ട്. ഇവിടെ വണ്ടി ഇടാൻ പറ്റത്തില്ല. നമുക്ക് വണ്ടി കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റിയിടാം. നമ്മളിപ്പോൾ കോട്ടയത്തേക്കാണ് കേട്ടോ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തരാം. ഇതിന്റെ പേരാണ് ബിനാമോ. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചു വന്നിട്ടുള്ളതാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ഒരു ഗ്രാഫ് ഇല്ലേ, ഈ ഒരു കാണുന്ന ഗ്രാഫ് മേളിലേക്ക് പോവോ താഴോട്ട് പോവോ നമ്മൾ പ്രഡിക്ട് ചെയ്യുക. നമ്മുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ പ്രോഫിറ്റിന്റെ 86% നമ്മൾ ഏൺ ചെയ്യും. ഈ ആപ്ലിക്കേഷൻ വളരെ സേഫ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇത് നോക്കി, ഇതുണ്ടോ, ഇതിപ്പോ ഞാൻ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണം നമ്മുടെ ഗ്രാഫ് മേളിലേക്ക് പോകുന്നത്. ഞാനപ്പോൾ ട്രേഡിന് അപ്പ് കൊടുക്കും. ഇതുണ്ടോ, ഇതിപ്പം പ്രഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ പൈസ ഏൺ ചെയ്തെന്നാണ് ഇതിന്റെ അർത്ഥം. ഇനിയിപ്പോ ഉണ്ടല്ലോ, ഞാനിപ്പോൾ വിൻ ചെയ്ത ഈ പൈസ എനിക്ക് എന്റെ പേടിഎം വാലറ്റിലേക്കോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കോ 24 മണിക്കൂറിനകം വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഈ ആപ്ലിക്കേഷൻ അത് മിനിമം ഡിപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 350 രൂപയാണ്. നിങ്ങൾ എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ ഇടുന്നതിന് ഡബിൾ കിട്ടും. അതായത് നിങ്ങൾ 350 ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് 700 രൂപ കിട്ടും. അതുപോലെ തന്നെയാണല്ലോ ഈ ട്രേഡിംഗ് അറിയാൻ മേലത്തെ ആൾക്കാർക്ക് നിങ്ങളിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഈ ലിങ്കിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 65,000 രൂപ ഡെമോ ക്യാഷ് ആയിട്ട് കിട്ടും. ഡെമോ ക്യാഷ് വെച്ചിട്ട് നമുക്ക് ഇത് ട്രേഡിംഗ് ചെയ്ത് പഠിക്കാനായിട്ട് വരും. അപ്പോൾ നമ്മൾ പഠിച്ച് എക്സ്പേർട്ട് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിയൽ ക്യാഷ് വെച്ച് കളിക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പൈസ ഉണ്ടാക്കും. നമുക്ക് നേരെ പോയാലോ. പിള്ളേർ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കയറിക്കോ കാണിച്ച്. ഏതോ ഒരു ഐസ്ക്രീം മേടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡയറ്റിലാണ്. ഞാൻ ഐസ്ക്രീം കഴിക്കത്തില്ല. ഞാൻ ഡയറ്റിലാണ്. എന്റെ ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ് കേട്ടോ. നമ്മൾ കോട്ടയത്തുള്ളൊരു അക്വേറിയം ഷോപ്പിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം വലിയ മീനാണ് കേട്ടോ. നമ്മുടെ കുളത്തിൽ ഇപ്പം മാക്സിമം ഉള്ള മീനിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലുതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 12 ഇഞ്ച് ഒരടിയൊക്കെയാണ് സൈസ്. പക്ഷേ ഇത് ഇച്ചിരി കൂടെ വലിയ മീനാണ്. ഞാൻ അവിടെ ചെന്ന് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മളങ്ങനെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നടക്കേണ്ടി വരത്തില്ല. നമുക്ക് ഭാഗ്യം ഇല്ല, പക്ഷെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പം നമ്മൾ എന്തായാലും കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദിനാചനൊക്കെ ഓൾറെഡി അവിടെ ചെന്ന് മീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനിനെ മേടിക്കുന്നുണ്ട്. നമുക്ക് മീനിനെ ഇട്ടുകൊണ്ട് പോകാനുള്ള പാത്രം എടുത്ത് വണ്ടിക്കകത്ത് വെക്കാം. കുഞ്ഞപ്പോൾ പിടിച്ചാ ഇതിനകത്താണ് നമ്മൾ മീനിനെ ഇട്ടുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സാധനം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാന്നേ ഉള്ളൂ മീനിൻ്റെ വലിപ്പം. അതുപോലെ നമ്മൾ ഒരെണ്ണത്തിനല്ല, 2-3 എണ്ണത്തിനാണ് മേടിക്കുന്നത്. അപ്പോൾ ചേട്ടനകത്ത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം വെള്ളം നിറയ്ക്കണം. പക്ഷേ എനിക്കുള്ള ഡൗട്ട് ഇത് നിറഞ്ഞു പോകുമോ, തുളുമ്പി പോകുന്നുള്ള കാര്യത്തിലാണ്. അങ്ങനെയാണെങ്കിൽ വണ്ടി മൊത്തം പണിയാവും. തുളുമ്പി പോകത്തില്ലായിരിക്കും, കാരണം ഒരു ഇത്രയും വെള്ളം നിറച്ചാൽ മതിയായിരിക്കും. എല്ലാവരും മീനെ കണ്ടോ? മീനെ കണ്ട എങ്ങനെയുണ്ട്? നീ ഒരു വാക്ക് പറഞ്ഞല്ലോ, എന്നായിരുന്നു? നീ ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ മീനെ ഡിസ്ക്രൈബ് ചെയ്ത്. സുന്ദരി മീൻ. കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. മേടിക്കുന്ന ആദ്യത്തെ മീനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഉള്ളതിൽ വലുത്. ഇത് ഏകദേശം എത്രയുണ്ട്? 1.5 അടി അടുപ്പിച്ചുണ്ടല്ലേ? എത്ര? അയ്യോ എൻ്റെ പൊന്നെ, ചാടി താവോട്ട് പോയോ? അയ്യോ, ഇത് വാകയുണ്ട്. അയ്യോ, വാകയാണ് ചാടുന്നത്. ഇപ്പം നന്നായിട്ട് ചാടും കേട്ടോ. 3 കിലോ അടുപ്പിച്ചുണ്ടല്ലേ? ഇവനൊരു ഇച്ചിരി ചാട്ടക്കാരനാണ്. ദൈവമേ, ഇത് അതിനകത്ത് വേറെ കിടപ്പുണ്ടല്ലോ. അടിപൊളി. ഇതിനകത്ത് 2 എണ്ണം കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ മേടിക്കുന്ന ഇതിന് 2 കേട്ടോ. ഇത് അത്യാവശ്യം എത്ര കിലോ ഉണ്ട് ചേട്ടാ? 1.5 കിലോ മേലുണ്ടല്ലേ? 200 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 എണ്ണം ഉണ്ട്. പിന്നെ അടുത്ത് തന്നെ കാണിച്ചു തരാം. എടുത്ത് വണ്ടിക്കകത്ത് വെച്ചോ ചേട്ടാ. കാരണം ഉണ്ടോ? അപ്പോൾ ഇതിനകത്ത് ബാക്കിയുണ്ട്. അതിനൊന്ന് പിടിച്ച് കാണിച്ചു ചേട്ടാ. ബാക്കി ഇതിനകത്ത് കിടപ്പുണ്ട്. ഇത് ബ്ലാക്കാണ്. ഇതുണ്ടോ, ഈ സൈസ് 3 എണ്ണം അതിൻ്റെ കിടപ്പുണ്ട്. 2 ബ്ലാക്കും 1 വൈറ്റും. ആ വൈറ്റിനൊന്ന് പിടിച്ച് കാണിച്ചു ചേട്ടാ. അത് റെഡ് ആയി അല്ലേ? വൈറ്റ് റെഡായി. ഓ, ഇവൻ സുന്ദരനാണ് കേട്ടോ. എനിക്ക് ഇതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ മൊത്തം മേടിക്കുന്ന 5 എണ്ണമാണ് കേട്ടോ. അതായത് 3 വൈറ്റും എത്ര? 6 എണ്ണം ഉണ്ട് ആക്ച്വലി. 3 വൈറ്റും കാണിച്ച്. അടിപൊളി. ഇവന്മാർ നന്നായിട്ട് ഇണങ്ങുന്ന മീനാണ്. എനിക്ക് അതുകൊണ്ടാണ് ഇവർ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മൾ 6 എണ്ണം ടോട്ടൽ മേടിക്കുന്നുണ്ട് ചേട്ടാ. അങ്ങനെയാണെങ്കിലേ കൊള്ളാലോ. അത്യാവശ്യം നല്ല ഫിന്നൊക്കെയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എന്നാലും ഇവന്മാർ 6 എണ്ണം വണ്ടിയായിട്ട് ബാക്കിയാം ചേട്ടാ. നമുക്ക് ഇതെടുത്ത് പുറത്ത് വെച്ചിട്ട് ആദ്യം ഈ ടാങ്ക് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് വെക്കാം. ഓക്കെ. അപ്പോൾ ഇവന്മാർ വണ്ടിക്ക് സെറ്റാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് വെള്ളം തെറിപ്പിക്കുകയോ ചാടുകയോ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ വണ്ടിക്കകം അധികം നനയത്തില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ നേരെ വണ്ടിക്കകത്തോട്ട് കയറുവാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ മീൻ എന്താണെങ്കിലും മേടിച്ചിട്ടുണ്ട്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഗൗരനെ മേടിക്കണമെന്ന്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ ഇണക്കി കഴിഞ്ഞാൽ ഇവന്മാർ നന്നായിട്ട് ഇണക്കും, നമ്മുടെ കയ്യിൽ നിന്നൊക്കെ നന്നായിട്ട് തീറ്റ മേടിക്കും. പിന്നെ ഇവന്മാർ പ്യുവർ വെജിറ്റേറിയൻ ആണ്. നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളെയോ അതുപോലെ നമ്മുടെ ഒരു മീനെ തിന്നത്തില്ല, നന്നായിട്ട് വലുതാകും, നല്ല വലുപ്പം വെക്കും. പക്ഷേ മീൻ എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനാ? വലുതിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടല്ലേ? കുഞ്ഞപ്പൻ മോളു വെള്ളനെ എല്ലാത്തിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ടാണ് നമ്മൾ ഇവന്മാരെ കുളത്തിലേക്ക് ഇടുന്നത്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഡിക്കി ഓപ്പൺ ചെയ്ത് മീനിനെ എടുക്കാൻ വേണ്ടി പോകണം. ഒരു കാര്യം ചെയ്യും, ഇന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങോട്ട് പോക്കോ, കിളിക്കൂട്ടി പോക്കോ, അതാണല്ലോ. നിങ്ങൾ കിളിക്കൂട്ടി, ഞങ്ങൾ അതിനെ കൊണ്ടുവന്നേക്കാം. നീ നിൽക്ക്, അസിസ്റ്റൻസ് പപ്പ നിന്നോ. നമ്മൾ മമ്മീനെയും ചേച്ചീനെയും കിളിക്കൂട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയാണ് മീൻ എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. ഞങ്ങൾ 3 പേർക്ക് എടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രം. ഇതിനെങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത്? നിങ്ങൾ രണ്ടുപേരും പിടിക്കാൻ പറ്റുമോ? അതാ നിങ്ങൾ പിടിച്ചത്. ഒരു മിനിറ്റ് പോലെ ഞാൻ കൂടെ എടുത്തോണ്ട് വരട്ടെ. ഗൈസ്, മീനൊന്ന് കാണിച്ച് കുഴപ്പമുണ്ടോ? അന്ന് അവരുടെ ഡ്രമ്മിനകത്ത് കാണിച്ച്. മീൻ കുഴപ്പമൊന്നുമില്ലോ, സ്ഥലമൊക്കെ ഉണ്ട്. ഇച്ചിരി മാറിക്ക്. ഇതിനകത്ത് 3 ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. നല്ല കനമുണ്ട് ഗൈസ്. ഞാൻ അതിൻ്റെ എടുത്തോണ്ട് പോകണം. നടന്നു അമ്മ മാറിയിരിക്കും, മീനിനെ കാണല്ലേ. അങ്ങ് പോ. അപ്പോൾ അവരെ കാണിക്കല്ലേ. അയ്യോ, നല്ല കനമായിരുന്നു കേട്ടോ. വാതിലടച്ചോ ഗൈസ്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ മീനിനെ കാണിക്കുന്നതിന് മുമ്പ് നമ്മുടെ കിളിക്കൂടിൻ്റെ എക്സ്റ്റൻഷൻ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമായി. നേരത്തെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പറഞ്ഞായിരുന്നു നമ്മുടെ കിളിക്കൂടി കയറിയ സ്ഥലമില്ല. ഇത് ഇപ്പോൾ കണ്ടോ, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമ്മുടെ ഫിഞ്ചസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ചോട്ടുമോട്ടു ഇവിടെ ഉണ്ട് കേട്ടോ. ചോട്ടുമോട്ടു ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു വലിയ മരം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മരത്തിലാണ് നമ്മുടെ ആഫ്രിക്കനൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇവന്മാർക്ക് ഇതിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി കടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിളിക്കൂടിൻ്റെ ഇട കുറവാന്നുള്ള പ്രശ്നം നമ്മൾ പരിഹരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മീനെ പിടിച്ചാലോ. പിന്നെ വേറെ കാര്യം ഉണ്ട് കേട്ടോ, ഞങ്ങൾ ഫിഞ്ചസിനെ മയക്കിയെടുത്തു ഫൈനലി, അല്ലേ. ഇപ്പോൾ എല്ലാവരും ഫിഞ്ചസിന് കയ്യിൽ നിന്ന് തീറ്റ കൊടുക്കും. നമ്മൾ കയ്യിൽ നിന്ന് തീറ്റ കൊടുത്തില്ലേ, ചേച്ചി കൊടുത്തില്ലേ. ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ തെനയായിട്ട് കയറി വരുമ്പോഴേക്കും ഇവന്മാർ കയ്യിൽ തീറ്റ മേടിക്കും. പോരോ അമ്മ മീനിനെ തരാൻ കണ്ടില്ലല്ലോ. മീൻ എടുക്കാൻ പോകണം കേട്ടോ. ഒരു മിനിറ്റ് ഗൈസ്, ഇവൻ ചാടുമെന്ന് എനിക്ക് പേടി. ഇത് കണ്ടോ തൊട്ട് നോക്കൂ. ഇത് കണ്ടോ, തൊട്ടോ. ഇവൻ നന്നായിട്ട് ഇണങ്ങും. ഇത് തൊടണോ? ചേച്ചിക്ക് തൊടണോ? തൊട്ടോ. ഇത് കണ്ടോ, തൊട്ട് നോക്കൂ. ഇവൻ നന്നായിട്ട് ഇണങ്ങും. ഇത് വിടണോ? ഗൗര മീൻ, ജയന്റ് ഗൗര. ഇതാണ് നമ്മുടെ ഗൗര. ഇവൻ അത്രയ്ക്ക് വലിയ പേടിയുള്ള മീനൊന്നുമല്ല, നന്നായിട്ട് ഇണങ്ങുന്ന മീനാണ്. പിന്നെ ഇത് കൂടുതലായിട്ടും കഴിക്കുന്ന വെജിറ്റേറിയൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഇലകൾ, പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫിഷ് ഫുഡ്. അപ്പം വേറെ മീനുകളെ തിന്നത്തില്ല. ഇത് കണ്ടോ. പിന്നെ വിട്ടാലോ? പൊക്കോടാ. നന്നായിട്ട് വലുതാകും. ഇത് തന്നെ ഏകദേശം 2.5 കിലോ ഉണ്ട്. ഇനി കാണിച്ചു തരാം. നെക്സ്റ്റ് തീർന്നിട്ടില്ല. കാണിച്ചു തരാം. ഇതാണോ. ഇതാ അതുപോലെ തന്നെയാണ്. അവൻ്റെ ചെറുതാണ് കേട്ടോ. പക്ഷെ ഇവൻ്റെ അയ്യോ, ഇനി വാടാ ഗൈസ്. പൊങ്ങി വരുന്നു. നമ്മുടെ 2 ഗൗരവം പൊങ്ങി നടപ്പുണ്ട്. അമ്മമാർക്ക് അങ്ങനെ വലിയ പേടിയൊന്നും ഇല്ലാത്ത മീനാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ തീറ്റ മേടിക്കും. തീർന്നിട്ടില്ല. ഒരു മിനിറ്റ്, ഒരു വെറൈറ്റിക്ക് നമുക്ക് ഇനി വേറെ കളറിനെ എടുക്കാം. ഇനി മഴവില്ലിൻ്റെ കളറുള്ള ഗൗരാമീനാണ് കേട്ടോ. ഇത് കേട്ടോ, കാണിച്ചു തരാം. ഇത് കണ്ടോ. ഇത് നമ്മുടെ ഒരു സിലോപ്പിയുടെ ഒക്കെ കളറാണ്. പക്ഷേ എടാ പോയി, അവൻ പോയി കേട്ടോ. സിൽവർ ഷാർക്കിനെ പോലെ. പക്ഷേ ഇവന്മാരുടെ പ്രത്യേകത എന്താ വെച്ചാലേ, ഇവന്മാർ ഇങ്ങനെ ഒത്തിരി പൊങ്ങി വരും. തീർന്നിട്ടില്ല. ഇതുണ്ടോ, കാണിച്ചില്ല, മീനെ കാണിച്ചില്ല, വൃത്തിക്ക് കാണിച്ചില്ല. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഗൗരാമീൻ. നട്ടർ പോലെയല്ല, പക്ഷേ ഇവന്മാരും അമ്മ നല്ലതായിട്ട് ഇണങ്ങും. ഇതുണ്ടോ, നമ്മൾ സ്ഥിരമായിട്ട് തീറ്റ കൊടുത്തു കഴിഞ്ഞാലേ ഇവന്മാർ കയ്യിൽ നിന്നൊക്കെ തീറ്റ മേടിച്ചുകൊണ്ട് പോയിക്കോളും. ഇത് അവനെ വിട്ടിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് ഗൗര. ഞാൻ ഏറ്റവും ഭംഗിയുള്ള, എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ളതിനായിട്ട് അവസാനം എടുക്കുന്നുള്ളൂ കേട്ടോ. അടുത്തതിന് എടുക്കുവാണ്. ഇത് കണ്ടോ, കുറച്ച് നേരം. എടാ പോലെ അവനും പോയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് പേഴ്സണലി എനിക്ക് മേടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് എടുക്കട്ടെ. ഇവർക്ക് എല്ലാത്തിനും ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ എടുക്കാൻ വേണ്ടി പോവാണ്. ഇതുണ്ടോ, ഇത് നോക്കി. ഇത് കണ്ടോ, എൻ്റെ കണ്ണ് കണ്ടോ, ഇവരുടെ കണ്ണ് കണ്ടോ, ചുവന്ന കണ്ണ.
ഗൈസ് ഇത് റെഡ് ആണ് കേട്ടോ, എനിക്കിതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരെല്ലാവരും പറയുന്ന മീശ ഇതാണ് കേട്ടോ, ഇതുണ്ടോ, ഇതുണ്ടോ ഗൗരാമീൻ 2 മീശയുണ്ട്. രണ്ടാമത്തെ മീശ കാണിച്ചു തരാം. അപ്പർ സൈഡിൻ്റെ ഇതുണ്ട്. ഓ എന്നെ മൊത്തം കുളിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ എടുത്തത് നമ്മുടെ കുഞ്ഞപ്പനാണ് കേട്ടോ. കുഞ്ഞപ്പൻ ദ വീഡിയോഗ്രാഫർ. ഗൗരാമീനെ കാണിച്ചു തരാം. ദേ ഗൈസ് നമ്മുടെ വലുത് അവിടെ നിന്ന് പൊങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ. ഇതുണ്ടോ നമ്മുടെ ലോങ് ടെയിൽ ഫിഞ്ചാണ് നമ്മളുടെ കയ്യിലും തീറ്റ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന സമയമില്ല, നമ്മൾ രാവിലെ വൈകിട്ടുമാണ് തീറ്റ കൊടുക്കുന്നത്. അമ്മയ്ക്ക് ഇപ്പറല്ലോ അമ്മി കുഞ്ഞപ്പ അവിടെ നിന്ന് മേടിക്ക്. അപ്പോൾ ഇവരുടെ റെഡിയാണോ കുഞ്ഞപ്പ? ഓക്കെ റെഡിയാണോ കുഞ്ഞപ്പ? റെക്കോർഡിംഗ് ആണോ? ഇനി മഴവില്ലിൻ്റെ കളറുള്ള ഗൗരാമീനാണ് കേട്ടോ. റെക്കോർഡിംഗ് ആണല്ലോ അല്ലേ? നമ്മുടെ ചോട്ടുമോട്ട് ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പപ്പ ഇവിടെ ഗൗരാമീന് തീറ്റ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചുമ്മാ കേട്ടോ. നമുക്ക് ഗൗരാമീൻ വരുമോ നോക്കാവേ കേട്ടോ. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്, നമ്മുടെ കോഴിക്കാർപ്പുകളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഗൗര വരുമോ നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ് കേട്ടോ. അടുത്ത വീഡിയോ ഇനിയുള്ള നമ്മുടെ അടുത്ത ആഴ്ചത്തെ വീഡിയോസ് അല്ല. എവിടെയെങ്കിലും സ്പോട്ട് ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും കണ്ടോ? അവർ കുളത്തിൻ്റെ അടിഭാഗത്തൂടെയൊക്കെ നടക്കുമായിരിക്കും മിക്കവാറും ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ ചാനലിൽ കുറേ ഫിഷിംഗ് വീഡിയോസ് ആണ് വരുന്നത്. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ചോദിച്ചത് ഫിഷിങ്ങിന് പോകുന്നില്ല. ഫിഷിങ്ങിന് പോകുന്നുണ്ട്. ഫിഷിങ്ങിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നത്. വേണ്ട ചേച്ചിയുടെ കയ്യിൽ നിന്ന് മൊയിൽ തന്നെ തിന്നാണ് കേട്ടോ. ഇവന്മാർ തന്നെ തിന്നുമെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇതുണ്ടോ ചേച്ചിയുടെ കയ്യിരുന്ന് കിളി തിന്നുന്ന പോലെ തന്നെ തിന്നുന്നത്. ഇവിടെ ഒരു തന്നെ തിന്നുന്നുണ്ട് കേട്ടോ. ഫിഷിംഗ് വീഡിയോസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. ഇറ്റ്സ് മീ സെബിൻ സിറിയക്. ബാക്കിയുള്ളത് ചീച്ചി ചോട്ടു മോട്ടു മോളുണ്ട്, കുഞ്ഞപ്പനുണ്ട്, പപ്പയുണ്ട്, മമ്മി അടുക്കളയിൽ പണി ചെയ്യാൻ പോയി കേട്ടോ.